ഇനി 3 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഒരു കേസിന്റെ വിശദാംശങ്ങളിലേക്കാണ്. കാട്ടുകള്ളൻ വീരപ്പനും സത് നെറ്റ്വർക്ക് ചാനലും നടി സുകന്യയും ഉൾപ്പെട്ട അപകീർത്തി കേസ്. ഒടുവിൽ സുകന്യയ്ക്ക് നീതി. നടി സുകന്യയ്ക്ക് സൺ ടി വി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് ശരിവെച്ച് മദ്രാസ് ഹൈക്കോടതി. വീരപ്പനുമായുള്ള മാധ്യമപ്രവർത്തകൻ നക്കീരൻ ഗോപാലന്റെ അഭിമുഖത്തിൽ സുകന്യയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം ഒഴിവാക്കാതെ സംപ്രേഷണം ചെയ്തെന്ന കേസിലാണ് നടപടി. 1996 നൽകിയ കേസിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. പരാമർശം എഡിറ്റ് ചെയ്യാത്തതിലും മാപ്പ് പറയാത്തതിലും സൺ ടി വിക്ക് ദുരുദ്ദേശമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കെ എം ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, എന്തായാലും 3 പതിറ്റാണ്ട് കാലത്തെ ഒരു കേസാണ്. പല കാലങ്ങളിൽ അത് നിയമ പോരാട്ടങ്ങളിലേക്ക് പോയതാണ്. എന്തായാലും 3 പതിറ്റാണ്ട് കാലവും ഈ കോടതി നടപടികളുമായി സുകന്യ പോയി. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്നുകൂടി അനുകൂലമായ ഉത്തരവ് ലഭിക്കുകയാണ്. രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 30 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടം. അതായത് ഒരു ചാനൽ ഒരു ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്യുന്നു. ആ ഇന്റർവ്യൂവിൽ തനിക്കെതിരെ മോശം പരാമർശം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ച് പലപ്പോഴും നമുക്കറിയാം പല ഘട്ടങ്ങളിലും ആളുകൾ ഇത്തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വർഷങ്ങൾ നീണ്ടു കഴിയുമ്പോൾ. ഇതിപ്പോൾ ഏതായാലും സുകന്യ 30 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് അവർക്ക് ഒരു വിജയം കൈവന്നിരിക്കുന്നത്. കാരണം 1996 സൺ ടി വി ഈ വീരപ്പനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, അതായത് നക്കീരൻ ഗോപാലൻ, അന്ന് നമുക്കറിയാം അന്നൊക്കെ വലിയ ചർച്ചയായ ഒരു സംഭവം കൂടിയായിരുന്നു നക്കീരൻ ഗോപാലനുമായി വീരപ്പനുമായി നടത്തിയ ഇന്റർവ്യൂ ഒക്കെ. അതിനുശേഷം അത് സൺ ടി വി സംപ്രേഷണം ചെയ്യും. സൺ ടി വി സംപ്രേഷണം ചെയ്യുമ്പോൾ ആ സുകന്യക്കെതിരെ ചില പരാമർശങ്ങൾ വീരപ്പൻ നടത്തിയിരുന്നു. അത് വലിയ രാഷ്ട്രീയ കോലാഹലത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയുടെ മകനുമായുള്ള ബന്ധം എന്ന രീതിയിലുള്ള അപകീർത്തികരമായ പരാമർശങ്ങളായിരുന്നു അന്ന് വീരപ്പൻ ഉന്നയിച്ചത്. അത് പൊളിറ്റിക്കലായിട്ട് കൂടി ചർച്ച ചെയ്ത ഒരു വിഷയമായതിനാൽ സുകന്യ ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയെ സമീപിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ഡിഫമേഷൻ കേസ് കൊടുക്കുകയും 10 ലക്ഷം രൂപ സുകന്യയ്ക്ക് നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ സൺ ടി വി അതിനെതിരെ അപ്പീലുകളുമായി പിന്നീട് ഉയർന്ന കോടതികളിലേക്ക് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി 30 വർഷത്തിന് ശേഷം ഈ 10 ലക്ഷം തന്നെ തിരിച്ച് സുകന്യയ്ക്ക് നൽകണം. കാരണം സൺ ടി വി പറയുന്നതിൽ ന്യായമില്ല. ഈ മൂന്നാമതൊരു പാർട്ടിയാണ് ഈ ഇന്റർവ്യൂ എടുത്തത്, അതായത് നക്കീരൻ ഗോപാലനാണ് ഇന്റർവ്യൂ എടുത്തത്. അത് ഇവർക്ക് കൊടുക്കുക മാത്രമാണ് ചെയ്തത്, സൺ ടി വി ഡയറക്റ്റ് അല്ല തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷെ കോടതി പറഞ്ഞത് അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ ഒന്നും തന്നെ സൺ ടി വി തയ്യാറായിരുന്നില്ല. അത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിചാരണ കോടതിയുടെ നടപടിയിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി പറയുകയും ഈ പണം സുകന്യയ്ക്ക് നൽകാൻ ഉത്തരവിടുകയുമായിരുന്നു. ശരി ശബ്ദം.